ഷാർജ എക്സ്പോ സെന്ററിൽ പുനരവതരിക്കപ്പെട്ടത് ആർത്തർ കോനൻ ഡോയിലിന്റെ വിഖ്യാതമായ കുറ്റാന്വേഷണ കഥാപാത്രം ഷെർലക് ഹോംസ്. എക്സ്പോ സെന്ററിലെ 3-ാം നമ്പർ ഹാളിലാണ് കൂടുതൽ ആകർഷകമായി ഷെർലക് ഹോംസിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിഗൂഢവും അപസർപ്പക കഥാപാത്രവുമായ ഷെർലക് ഹോംസ് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ആകർഷിക്കുന്നു. ലണ്ടൻ ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന മുറിയും ഷെർലക്കിന്റെ സന്തത സഹചാരിയായ ഡോക്ടർ വാട്സണും ചേർന്ന് നടത്തുന്ന ഉദ്വേഗജനകമായ കുറ്റാന്വേഷണ കഥകളാണ് മേളയിൽ വീണ്ടും പറയുന്നത്. ലോകത്തിൽ ആദ്യമായി ഒരു കഥാപാത്രത്തിന് റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ ആദരം ലഭിച്ചതും ഷെർലക് ഹോംസിലൂടെയാണെന്ന പ്രത്യേകതയും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായനക്കാരിൽ ഇപ്പോഴും അമരനായി ഈ കഥാപാത്രം ജീവിക്കുകയാണെന്ന് ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഷെർലക് ഹോംസ് വാട്സണുമായി നടത്തുന്ന സംഭാഷണങ്ങളെന്ന് തോന്നിപ്പിക്കും വിധം ശബ്ദശകലങ്ങളും ഹാളിൽ കേൾക്കാം. ഷെർലക് ഹോംസ് സിനിമയാക്കാനായി ഒരുക്കിയ സെറ്റിന്റെ മാതൃകയിലാണ് വായനോത്സവത്തിലെ പ്രദർശനം. ആർത്തർ കോനൻ ഡോയിൽ ഷെർലക് ഹോംസ് എന്ന ആദ്യമായി കുറിച്ചുവെച്ച ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഡയറിയുടെ രൂപവും ഷാർജയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഷെർലക് ഉപയോഗിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന പുസ്തകങ്ങൾ, വാക്കിംഗ് സ്റ്റിക്ക്, ഗ്രാമഫോൺ എന്നിവയെല്ലാം മുറിയിൽ കാണാം. കുറ്റാന്വേഷണങ്ങളിലെ മനഃശാസ്ത്ര പാഠങ്ങളാണ് ഷെർലക് ഹോംസ് പ്രദർശനവും കാഴ്ചക്കാരോട് പറയുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷെർലക് ഹോംസിനെ നേരിൽ കാണാൻ സാധിക്കുന്ന സന്തോഷത്തിലാണ് കുട്ടികളടക്കമുള്ള മേളയിലെ സന്ദർശകർ.